ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ബിവോക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 3 ബാക്കിയുള്ള പോർഷൻസ് ആണ്. ഫസ്റ്റ് പറയുന്നത് ന്യൂവസ് ആണ്. ന്യൂവസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്കളറൈസേഷൻ ആണ്. ഈ ഡിസ്കളറൈസേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതൊരു കുഞ്ഞൊരു കുരു പോലെ നമുക്കത് കാണപ്പെടാനായിട്ട് സാധിക്കും. ഈ ന്യൂവസ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു ഫ്ലാറ്റായിട്ട് നമ്മുടെ സ്കിന്നിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചെറുതായിട്ട് ഒന്ന് വീർത്തിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. ബിനൈൻ നേവി എന്ന് പറയുന്നത് നമുക്കതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും ഇല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ കൂടുന്തോറും ഇതിന് ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, എന്തായാലും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബയോപ്സിസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് നൊഡ്യൂളാണ്. നൊഡ്യൂളിന് നമ്മൾ പറയുന്നത് പാപ്യൂൾ എന്നാണ് നമ്മൾ ഈ നൊഡ്യൂളിനെ പറയുന്നത്. ഇതൊരു സോളിഡ് റേസ്ഡ് പമ്പാണ്. അതായത് നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പമ്പായിട്ടുള്ള ഒരു കുരുവാണ് ഇത് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പറയുന്നത് പാരോനൈക്കിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇൻഫെക്ഷനാണ്. നമ്മുടെ ഫിംഗറിൽ അതുപോലെ തന്നെ നമ്മുടെ തള്ളവിരലിലൊക്കെ ചുറ്റുമൊക്കെ ആയിട്ടാണ് ഇത് നമുക്ക് കാണപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് പാച്ചാണ്. പാച്ച് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്കളേർഡ് ആയിട്ടുള്ള സ്പോട്ടാണ്. നെക്സ്റ്റ് പത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പത്തോളജിയിൽ നമുക്ക് ഈ സ്പെസിമെനുകളൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതായത് നമ്മുടെ സ്കിന്നിലുള്ള സ്പെസിമെനുകൾ നമ്മൾ സാധാരണ സ്കിന്നിലൊക്കെ ആകുമ്പോൾ നമുക്ക് ലീഷൻസ് എടുക്കും. അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ചെറിയ ചെറിയ ടിഷ്യൂസൊക്കെ എടുത്തിട്ടൊക്കെയാണ് പത്തോളജി ലാബിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് സാധാരണയായിട്ട് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ ക്ലിനിക്കലായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ആളുകളാണ് ഈ ഒരു ഇതിൽ വന്നിട്ടുള്ള ഡിസീസ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പിറ്റിരിയാസിസ് ആണ്. പിറ്റിരിയാസിസ് റോസ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള സ്കിൻ കണ്ടീഷനാണ്. ഇതിൽ നമുക്ക് സ്കെയിലി പിങ്ക് ആൻഡ് ഇൻഫ്ലെയിംഡ് സ്കിൻ ആവുന്ന ഒരു കണ്ടീഷനാണിത്. പിന്നെ പോർട്ട് വൈൻ സ്റ്റെയിൻസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പറയുന്നത് നേവി ഫ്ലെമ്യൂസ് എന്നാണ് നമ്മളതിനെ പറയാം. പെർമനൻ്റ് ഫ്ലാറ്റ് പിങ്ക്, റെഡ് ഓർ പർപ്പിൾ മാർക്ക് നമ്മുടെ സ്കിന്നിൽ വരുന്നൊരു കണ്ടീഷനാണ്. നെക്സ്റ്റ് പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത് ഒരു റാഷ് കോസ്ഡ് ബൈ ട്രാപ്ഡ് സ്വെറ്റ് അണ്ടർ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കുകളിലൊക്കെ ആയിട്ട് നമ്മുടെ സ്വെറ്റൊക്കെ അടിഞ്ഞു കൂടിയിട്ട് റാഷ് ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സോറിയാസിസ് ആണ്. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോണിക് ആയിട്ടുള്ള സ്കിൻ കണ്ടീഷനാണ്. ഇതിൽ നമുക്ക് ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള റെഡ് റേസർ ഏരിയാസ് ദാറ്റ് ഡെവലപ്പ് സിൽവറി സ്കെയിൽസ്. നമുക്കൊരു ശരീരത്തിലൊരു ഇൻഫ്ലമേഷൻ നടന്നു, അത് കഴിഞ്ഞിട്ട് അത് റെഡ് കളറായി അതിനുശേഷം അത് ഒരു സിൽവറി സ്കെയിൽസ് ആയിട്ട് മാറുന്നൊരു കണ്ടീഷനാണ്. പിന്നെ വരുന്നത് പഞ്ച് ബയോപ്സിയാണ്. പഞ്ച് ബയോപ്സി എന്ന് പറയുന്നത് ഇത് നമുക്ക് യൂട്ടിലൈസസ് എ സ്മോൾ ഡിവൈസ് വിത്ത് എ ഷാർപ്പ് circular edge to obtain a slightly deeper sample of tissue. അതായത് നമുക്കിതിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു സ്മോൾ ഡിവൈസ് ആണ്. അത് നമുക്ക് എടുത്തിട്ട് അത് ഒരു ഷാർപ്പായിട്ടുള്ള സർക്കുലർ എഡ്ജസ് അതിനുണ്ടായിരിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കിന്നിൻ്റെ സാമ്പിൾസ് അല്ലെങ്കിൽ സ്കിന്നിലുള്ള ടിഷ്യൂസ് നമ്മൾ എടുക്കുന്നത്. യൂസ് ടു അനലൈസ് ടിഷ്യൂ ബിലോ ദ വിസിബിൾ സ്കിൻ സർഫസ്. നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള സ്കിന്നിൻ്റെ സർഫസിലുള്ള ടിഷ്യൂസ് നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ഫ്യൂ സ്യൂച്ചേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ബയോപ്സി. നമ്മൾ പലതരത്തിലുള്ള സ്യൂച്ചേഴ്സ് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബയോപ്സിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്യൂർപ്പുറയാണ്. പ്യൂർപ്പുറ എന്ന് പറയുന്നത് ഈ ഒരു സ്കിൻ കണ്ടീഷനിൽ നമുക്ക് വരുന്നത് ഹെമറേജസ്, മുറിവുകളൊക്കെ വരുമ്പോഴാണ് ഇത് നമുക്ക് കാണപ്പെടുന്നത്. The skin may appear red, darkening to purple, then brownish yellow and finally disappearing with a few weeks. അതായത് നമുക്ക് ഒരു മുറിവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റെഡ് കളർ കാണും. അത് കഴിഞ്ഞിട്ട് ആ ഒരു മുറിവിൻ്റെ ഭാഗം ഡാർക്കൻ ചെയ്യും, പിന്നെ പർപ്പിൾ കളറാവും, ബ്രൗണിഷ് യെല്ലോ ആവും. അതിന് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ നമുക്ക് അവിടെ മുറിവുകളൊക്കെ ഡിസപ്പിയർ ആവും. കോസ്ഡ് ബൈ വാരിയസ് മാനിഫെസ്റ്റേഷൻസ്.
നെക്സ്റ്റ് പറയുന്നത് പസ്റ്റ്യൂൾസ് ആണ്. പസ്റ്റ്യൂൾസിനെ നമുക്ക് ഓൾസോ കോൾഡ് പിമ്പിൾസ് എന്നാണ് പറയുക, കുരുക്കൾ എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇൻഫ്ലേംഡ് ലീഷൻസ് ദാറ്റ് ലുക്ക് ലൈക്ക് പിങ്ക് പംപ്സ്, അതായത് നമുക്കൊരു പിങ്ക് കളറിലുള്ള കുരുക്കൾ നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുകയാണ്. അതിനുള്ള എന്താണ് ലീഷൻസ് നമുക്ക് കാണപ്പെടുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് പയോജനിക് ഗ്രാനുലോമ കണ്ടീഷനാണ്. പയോജനിക് ഗ്രാനുലോമ എന്ന് പറയുന്നത് റെഡ്, ബ്രൗൺ അല്ലെങ്കിൽ ബ്ലൂയിഷ് ബ്ലാക്ക് മാർക്കുകൾ നമുക്ക് നമ്മുടെ എക്സസീവ് ഗ്രോത്ത് ഓഫ് അതായത് കാപ്പിലറീസിനൊക്കെ എക്സസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുന്ന കണ്ടീഷനിലാണ് ഇതുണ്ടാവുന്നത്. പിന്നെ വരുന്നത് റേഡിയേഷൻ ബേൺസ് ആണ്. റേഡിയേഷൻ ബേൺസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട് അൾട്രാവയലറ്റ് റേസ്, സണ്ണിൻ്റെ അൾട്രാവയലറ്റ് റേസോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ റേഡിയേഷനിലെ എക്സ്റേസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു എക്സ്റേസ് ഒക്കെ കിട്ടുന്നത് വഴിയൊക്കെയാണ് റേഡിയേഷൻ ബേൺസ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിംഗ് വേം ആണ്. റിംഗ് വേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗൽ സ്കിൻ ഇൻഫെക്ഷനാണ്. ഇതിൽ നമുക്ക് റിംഗ് ഷേപ്പ്ഡ് റെഡ് സ്കെയിലി ബ്ലിസ്റ്ററി പാച്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് റൊസേസിയ ആണ്. റൊസേസിയ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഫേഷ്യൽ കണ്ടീഷനാണ്. ഇതിൽ നമുക്ക് റെഡ്നെസ്, നമ്മുടെ ശരീരത്തിൽ റെഡ്നെസ്, അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടാവുക, ബ്രോക്കൺ ബ്ലഡ് വെസൽസ്, ഇതൊക്കെയാണ് ഇതിലുണ്ടാവുന്ന കണ്ടീഷൻസ്. പിന്നെ സാലിസിലിക് ആസിഡ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കെരാറ്റോലൈറ്റിക് ഡ്രഗ് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രീറ്റ് വാരിയസ് സ്കിൻ ഇൻഫെക്ഷൻ, നമുക്ക് പലതരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് നമുക്ക് കളയാനായിട്ട് പറ്റും. ഈ സാലിസിലിക് ആസിഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിമൂവ് ദ ഔട്ടർ ലെയർ ഓഫ് സ്കിന്ന്, നമ്മുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് സ്കാബിസ് ആണ്. സ്കാബിസ് എന്ന് പറയുന്നത് an infestation of mites in the skin characterized by small pimples that itch. ചെറിയ എന്താണ് പിമ്പിൾസ് വന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചൊറിയുന്ന ഒരു കണ്ടീഷനാണ് സ്കാബിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ സെല്ലുകൾ എന്താണ് ഡെഡ് ആവുന്ന ഒരു കണ്ടീഷനാണ്. ഇത് നമുക്ക് ഡെഡ് ആയതിന് ശേഷം നമ്മുടെ ആ ഒരു ഭാഗത്ത് എന്താണ് ഇങ്ങനെ ചെതമ്പൽ പോലെ വരിക അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആവുന്ന ഒരു കണ്ടീഷനാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്കാർ ആണ്. സ്കാർ എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ് ദാറ്റ് ഹാസ് ഫോംഡ് ആഫ്റ്റർ സ്കിൻ ഇഞ്ചുറി. ഇത് നമുക്കൊരു സ്കിൻ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുന്നതിന് ഫലമായി ഉണ്ടായതിന് ശേഷമൊക്കെയാണ് ഈ സ്കാർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്.